നമ്മൾ എന്തായാലും ഒരു അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഏതെങ്കിലും ഒരു ബാങ്കിൽ. അപ്പോൾ ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റെല്ലർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ റിവാർഡ് പോയിൻറ്റ്സും ഈ ഒരു ഡെബിറ്റ് കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് സീരീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റെല്ലർ എന്നാണ് ഈ അക്കൗണ്ട് സീരീസിൻ്റെ പേര് വരുന്നത്. 3 ടൈപ്പ് ഓഫ് സ്പെൻഡിനാണ് നമുക്ക് ഈ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നത്. 5x റിവാർഡ് പോയിൻറ്റ്സ് ആണ് ട്രാവലിങ്ങിന് നമുക്ക് കിട്ടുന്നത്. 3x റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഇലക്ട്രോണിക് ഐറ്റംസിന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 2x റിവാർഡ് പോയിൻറ്റ്സ് ആണ് അപ്പാരൽ ഐറ്റംസിന് നമുക്ക് കിട്ടുന്നത്. അപ്പാരൽ എന്ന് പറയുമ്പോൾ ഫാഷൻ ടൈപ്പ് ഐറ്റംസ്, ക്ലോത്ത് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2x റിവാർഡ് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. അത് മാത്രമല്ല ഈ അക്കൗണ്ട് സീരീസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ ബെനിഫിറ്റും കൂടി ഈ അക്കൗണ്ട് സീരീസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 10,000 രൂപ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസത്തിനുള്ളിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 100 റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഈ അക്കൗണ്ട് ഓഫർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ബിൽ പേയ്മെൻറ്റിന് നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. 100 റിവാർഡ് പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. 60 ദിവസത്തിനുള്ളിൽ ചെയ്താലാണ് നമുക്ക് ഈ റിവാർഡ് പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവുക. അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ നമ്മൾ RD സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും 100 റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. 150 ദിവസത്തിനുള്ളിൽ നമ്മൾ 50,000 രൂപ ഈ അക്കൗണ്ട് വഴി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേ മാസം 2,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ ഫെഡറൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ഇട്ടുന്ന എമൗണ്ടിന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 2.75% ആണ്. അപ് ടു 1 lakh വരെയുള്ള എമൗണ്ടിനാണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. 50 ലക്ഷം തൊട്ട് 5 കോടി വരെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 3.5% ആണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. സ്റ്റെല്ലർ അക്കൗണ്ട് സീരീസിന്റെ കൂടെ നമുക്ക് ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്സിഡന്റൽ കവറേജ് ഓർ ഡിസബിലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നത്. ഈ അക്കൗണ്ട് സീരീസിന്റെ കൂടെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കാര്യം കണ്ടത് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന ഫെസിലിറ്റിയാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഇൽനെസ് ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ പെർ ഡേ നമുക്ക് കിട്ടുന്നുണ്ട്. 10 ദിവസം വരെയാണ് നമുക്ക് ഈ ക്യാഷ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ എമർജൻസി കേസിൽ ഹോസ്പിറ്റലിലേക്ക് കയറി കഴിഞ്ഞാലാണ് ഈ ഫെസിലിറ്റി കിട്ടുന്നത്. 1 ഇയറിൻ്റെ നമുക്ക് വെൽനസ് ബെനിഫിറ്റും കൂടിയും ഈ അക്കൗണ്ട് സീരീസിൽ വരുന്നുണ്ട്. വെൽനസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ കാറ്റഗറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ ഫിറ്റ്നസ് ട്രാക്കിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ടെലി മെഡിസിൻ നമുക്ക് വരുന്നുണ്ട്. ഓഫ്ലൈൻ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സും ഇതുവഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം 45 ദിവസം കഴിയുമ്പോഴാണ് നമുക്കിത് ആക്റ്റീവായി വരുന്നത്. സ്റ്റെല്ലർ അക്കൗണ്ട് സീരീസിൻ്റെ ATM ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് ഒരു ദിവസം വരുന്നത് 50,000 രൂപയാണ്. ഷോപ്പിംഗ് ലിമിറ്റ് നമുക്ക് വരുന്നത് 3 ലക്ഷം രൂപയാണ്. ഈ ഡെബിറ്റ് കാർഡിന് നമുക്ക് ഫീസ് വരുന്നുണ്ട്. 300 രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഫീസ് വരുന്നത്. ജോയിനിങ് ഫീ ആൻഡ് ആനുവൽ ഫീ വരുന്നത് 300 രൂപ തന്നെയാണ്. ഇനി നമ്മൾ 75,000 രൂപ ഈ അക്കൗണ്ട് സീരീസിൽ നമ്മൾ ഒരു വർഷം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫീ വേവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ചിലർ അക്കൗണ്ട് സീരീസിൻ്റെ എലിജിബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട്. ഇതാണ് മെയിനായിട്ട് എലിജിബിലിറ്റി വരുന്നത്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ അക്കൗണ്ട് സീരീസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഈ 10,000 രൂപ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് നമ്മൾ ഈ 10,000 രൂപ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ അപ്പോൾ ഈ അക്കൗണ്ട് സീരീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് കണ്ടൻസ് ഒക്കെ കാണാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.